അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇന്ന് നമ്മൾ പറയുന്നത് 2024 വന്ന ഒരു ക്വസ്റ്റ്യനാണ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളോട് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ഇതാ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധാരണഗതിയിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പണിയില്ല എന്നുള്ളത് എന്താക്കുക, ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ സാധനം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം ഇത് 2 വർഷം 2017, 2012, 2018, 2019. ഇത് 2017, ഇത് 2018, അങ്ങനെ എടുക്കാം നമുക്ക്. ഇത് 2017 ആണ്, 2018 ആണ്. ഈ 2017, 2018 വർഷങ്ങളിൽ പിന്നെ വന്ന റവന്യൂ, പിന്നെ അതിലുള്ള എക്സ്പെൻസ്, പിന്നെ ടാക്സ്, ഈ 3 സാധനം നമുക്ക് ഡാറ്റാസായിട്ട് ഇവിടെ ഉള്ളൂ. അപ്പോൾ ചെയ്യേണ്ട പരിപാടി ഇത്രയാണ്. ആദ്യം നമ്മൾ എന്താക്കുന്നു, റവന്യൂ, നമുക്ക് ഇങ്ങോട്ട് വന്ന വരുമാനം. ഓക്കെ, ആ വരുമാനത്തിൽ നിന്ന് നമുക്ക് എന്താവുന്നു, എത്ര പൈസയാണ് ചിലവായത് നോക്കും. അങ്ങനെ ഈ റവന്യൂന്ന് നമുക്ക് ഈ ചിലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ആ പ്രോഫിറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ആ പ്രോഫിറ്റിൽ എന്തുണ്ടാവും, ടാക്സ് ഉണ്ടാവും. അപ്പോൾ ആ ടാക്സും കൂടെ എന്താക്കണം, നമ്മൾ മൈനസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പ്രോഫിറ്റ് എന്താവും, നമുക്ക് ഇവിടെ കിട്ടും. അത് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്താവുന്നോ സംഖ്യയിൽ, ഫിഗറിലും നമ്മൾ എഴുതണം. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എന്താക്കണം, അതിൻ്റെ പേഴ്സൻറ്റേജിലും നമ്മൾ എന്താക്കണം, രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെ പിന്നെ കമ്പാരിറ്റീവ് ആണ്. അപ്പം ഒന്നാമത്തെ വർഷം 8 ലക്ഷം കിട്ടി, രണ്ടാമത്തെ വർഷം 10 ലക്ഷം ആണ് റവന്യൂ വന്നത്. അപ്പോൾ 2 ലക്ഷം എന്താണ് ഇൻക്രീസ്, കമ്പയർ ചെയ്യാൻ കേട്ടോ. ഈ വർഷത്തിനെയും ഈ വർഷത്തിനെയും നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ലക്ഷം എന്തായി ഇവിടെ ഇൻക്രീസ് ഉണ്ടായി എന്നാണ് നമ്മൾ രേഖപ്പെടുത്തുക. ആ 2 ലക്ഷം ഇൻക്രീസ് ഉണ്ടായത് എത്ര ശതമാനമാണെന്നുള്ളതാണ് നമ്മൾ തൊട്ടപ്പുറത്തെ കള്ളിയിൽ എഴുതുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് എന്തായിരിക്കുന്നോ കുറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കണ്ട നിങ്ങൾ അതർ എക്സ്പെൻസ് ഇവിടെ 1 ലക്ഷമാണ്, അതേസമയം ഇവിടെ എത്രയാണ്, 50,000 ആണ്, കുറഞ്ഞൊക്കെയാണ്. അങ്ങനെ കുറയുന്ന സമയത്ത് എന്താവുന്നു, നമ്മൾ ആ കുറയുന്ന സംഖ്യ എഴുതുമ്പോൾ നമ്മൾ കുറവാണെങ്കിൽ, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ആ സംഖ്യനെയും ശതമാനത്തെയും രണ്ടിനെയും നമ്മൾ എന്താക്കും, ബ്രാക്കറ്റിലാണ് ഇടുക. അത് പ്രത്യേകം എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, ഈ പ്രോബ്ലം ഇവിടെ ചെയ്യുകയാണ്. നോക്കുക, ആദ്യം നമ്മൾ പെർട്ടിക്കുലേഴ്സ് 2017, 2018, 2018, 2019, പിന്നെ നമ്മൾ അബ്സല്യൂട്ട് ഫിഗർ, അബ്സല്യൂട്ട്, പിന്നെ പെർസെൻറ്റേജ്. ഓക്കെ, ഈ 2 കോളാണ് ഇവിടെ എന്താക്കിയിട്ടുള്ളത്, അധികം വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഏതാണ്, റവന്യൂ ആണ് കേട്ടോ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ചിലപ്പോൾ എന്തുണ്ടാവുന്നോ, അതർ ഇൻകം എന്ന് പറഞ്ഞാട്ട് കൊടുക്കും. അതർ ഇൻകം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയും നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒറ്റ റവന്യൂ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ആ റവന്യൂ മാത്രം എന്താക്കിയാൽ മതി, നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ റവന്യൂ 2017 എത്ര, 8 ലക്ഷം, 1, 10, 100, 1000, 16 ലക്ഷം, 8 ലക്ഷമാണ് വരുന്നത്. 2018 10 ലക്ഷം, 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷമാണ്. അപ്പോൾ എത്രയാണ് ഇവിടെ കൂടിയത് നോക്കുക. ഇവിടെ കൂടിയത് 2 ലക്ഷമാണ്, ലക്ഷം. ഓക്കെ, 2 ലക്ഷമല്ലേ ഇവിടെ കൂടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കണക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ 2 ലക്ഷം എന്നുള്ളത് എത്ര പേഴ്സൻറ്റേജ് ആണ് എന്നുള്ളത് എന്താക്കണം, നോക്കണം. 1, 10, 100, 1000, 10000, ലക്ഷം. ഇൻറ്റു 100. നോക്കുക, അതെങ്ങനെയാണ്. 2 ലക്ഷം നമ്മൾ നേരത്തെ കോമൺ സൈസിൽ ചെയ്ത അതേമാതിരി തന്നെയാണ്. 1, 10, 100, 1000, 10000, ലക്ഷം. 2 ലക്ഷമല്ലേ കൂടിയത്, 2 ലക്ഷം ഡിവൈഡ് ബൈ ഇതുമായിട്ടാണ് കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ കോളത്തിൽ വരുന്ന സാധനം ഏതാണോ അതുമായിട്ടാണ് നിങ്ങൾ എന്താ വേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. 1, 10, 100, 1000, 10000, ലക്ഷം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
25%. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് 25 എന്നാണ്. ഇതിവിടെ കൂടിയേക്കല്ലേ, ഇൻക്രീസ് ആയതുകൊണ്ട് ഞാൻ എന്താക്കുന്നില്ല, ബ്രാക്കറ്റിൽ എന്താക്കുന്നില്ല, ഇടുന്നില്ല. അതേസമയം ഡിക്രീസ് ആണെങ്കിൽ എന്താക്കണമെന്നോ അത് ബ്രാക്കറ്റിൽ ഇടണം. നമ്മൾ ഈ കണക്കിൽ തന്നെ എന്താവുന്നുണ്ട്, അത് പിന്നെ ഡിക്രീസിൻ്റെ രൂപം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ എന്താവും, ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സാധനം എന്താ, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് റവന്യൂ നമ്മൾ എന്താവുകയാണ്, എക്സ്പെൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആദ്യം ഇവിടെ എത്രയുള്ളത്, 4 ലക്ഷം. 10, 100, 1000, 10,000 ലക്ഷം. മറ്റോടത്ത് 5 ലക്ഷം. 5 ലക്ഷം. എത്രയാണ് കൂടിയത്, ആദ്യം 4 ലക്ഷം എക്സ്പെൻസ് കഴിഞ്ഞ വർഷം, പിന്നെ പുതിയ വർഷത്തിൽ എത്ര, 5 ലക്ഷം. അപ്പോൾ എത്രയാണ് ഇവിടെ കൂടിയത്, 1 ലക്ഷമാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അതെന്താക്കണം, ഇവിടെ എഴുതണം. കൂടിയതാണ്, അതുകൊണ്ട് നമ്മൾ എന്താക്കണ്ട, ബ്രാക്കറ്റിലൊന്നും ഇടണ്ട. 1000, 10,000 ലക്ഷം. ഇനി എന്ത് ചെയ്യണമെന്നോ, ഈ കൂടിയ 1 ലക്ഷം എത്ര പെർസെൻറ്റേജ് ആണെന്ന് എന്താക്കണം, നോക്കണം. അതെങ്ങനെ നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി 1 ലക്ഷം, അതായത് ഈ കോളത്തിലുള്ള സാധനത്തിന് ഈ കോളത്തിലുള്ള സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടുക നോക്കുക, 1, 10, 100, 1000, 10,000 ലക്ഷം ഡിവൈഡ് ബൈ 4 ലക്ഷം. 1, 10, 100, 1000, 10,000 ലക്ഷം ഇൻറ്റു 100. ഓക്കെ, അതും എത്ര തന്നെയാണ് കിട്ടിയത്, 25% എന്തായത് അതും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത സാധനം നോക്കുക. അടുത്ത സാധനം എന്താ, അതർ എക്സ്പെൻസ് ആണ് അടുത്തുള്ളത്. ഓക്കെ, അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസ് എത്രയാണ്, ഫസ്റ്റത്തേൽ 1 ലക്ഷം. 1, 10, 100, 1000, 10,000 ലക്ഷം. രണ്ടാമത്തേൽ 50,000. അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത്, കുറഞ്ഞൊക്കെയാണ്. ആദ്യത്തെ വർഷം 1 ലക്ഷം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ വർഷം 50,000 ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടാണുള്ളത്. കുറയുന്ന സമയത്ത് നമ്മൾ എന്താക്കണമെന്നോ, ബ്രാക്കറ്റിൽ നമ്മൾ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 50,000. ഓക്കെ, 50,000 എന്താണ്, കുറവാണ്. നമുക്കറിയാം 1 ലക്ഷത്തിന് 50,000 കുറഞ്ഞെന്ന് പറയുമ്പം എത്ര ശതമാനമാണ്, 50%. കാണൽ 50,000 ഡിവൈഡ് ബൈ 1 ലക്ഷം ഇൻറ്റു 100. 50% ഞാൻ എന്താക്കിയിട്ടുണ്ട്, അതിനെ ബ്രാക്കറ്റിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അടുത്ത പരിപാടി ഈ റവന്യൂ എന്താക്കണം, ഈ എക്സ്പെൻസ് എന്താക്കണം, കുറച്ചിട്ട് എഴുതണം. 2 സാധനം മാത്രമേ കുറക്കാനുണ്ടാവുള്ളൂ. പിന്നെ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് എന്താവേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ 8 ലക്ഷം നമുക്ക് വരുമാനം ഉണ്ടായത്, ആ 8 ലക്ഷത്തിൽ നിന്ന് എന്തായിരുന്നു, പിന്നെ 5 ലക്ഷം പോയി. അപ്പം നമ്മളെ പ്രോഫിറ്റ് എത്ര ഉണ്ടാവുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇനി ടാക്സ് എന്താക്കണം, ഇതിന് കുറക്കണം. അപ്പോൾ ഇവിടെ 5 ലക്ഷം. 1, 10, 100, 1000, 10,000 ലക്ഷം. പിന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് 10 ലക്ഷമായിരുന്നു. 5,50,000 എന്താക്കി, അതിന് കുറഞ്ഞു. 5,50,000 കുറഞ്ഞതിന് ഇത്രയും ഉണ്ടാകുക, 4,50,000 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 4,50,000 ആകുന്ന സമയത്ത് 8 ലക്ഷത്തിന് 5 ലക്ഷം 3 ലക്ഷം. ഇവിടെ 3 ലക്ഷം, ഇവിടെ 4,50,000. അപ്പോൾ എത്രയാണ് ഇവിടെ കൂടുതൽ, എത്രയാണ് വന്നത്, 1,50,000 ആണ് കൂടുതൽ വന്നിട്ടുള്ളത്, 1,50,000. അപ്പം അടുത്തത് നമ്മൾ എന്താക്കണം, ഇതിന് ഇവിടെ പെർസെൻറ്റേജിലേക്ക് എന്താക്കണം, നമ്മൾ മാറ്റണം. പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ സുഖമല്ലേ, 1,50,000 ഡിവൈഡ് ബൈ 3 ലക്ഷം ഇൻറ്റു 100 എത്ര തന്നെയാണ്, 50%. കാരണം 1,50,000 1,50,000 അല്ലേ 3 ലക്ഷം എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് കിട്ടിയത് സാധനം എന്താണെന്ന് പറയുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇനി നമ്മൾ എന്താക്കണമെന്നോ, ടാക്സിൻ്റെ റേറ്റ് ഫസ്റ്റത്തേൽ 40%, രണ്ടാമത്തേൽ എത്രയാണ്, 50%. അപ്പോൾ അതും കൂടെ എന്താക്കണം, നമ്മൾ ഇവിടുന്ന് കുറക്കണം. അപ്പം ഇവിടെ 3 ലക്ഷത്തിൻ്റെ 40%, 3 ലക്ഷത്തിൻ്റെ 40% നമ്മൾ എന്താക്കണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് കാണാം. 1000, 10,000 ലക്ഷം ഇൻറ്റു 40 ഹരണം 1
ഓക്കെ. അപ്പോൾ നമ്മൾ എന്താക്കാണ് നെക്സ്റ്റ് ലെസ് ടാക്സ്. ടാക്സ് 3 ലക്ഷത്തി പിന്നെ എങ്ങനെയാണ് കാണുക? ഒറ്റ 10 100 1000 10000 ലക്ഷം. 3 ലക്ഷത്തിൻ്റെ 40%, 40/100 ഇങ്ങനെയാണ് കേട്ടോ ഇത് കാണാം, ടാക്സ് കാണാം. അത് നോക്കുമ്പോൾ എത്ര ഉണ്ടാവും എന്നറിയോ? 1,20,000 ഉണ്ടാകുക. 1,20,000 എന്ത് ഈ വർഷം നമ്മൾ ടാക്സ് ആക്കിയിട്ട് കൊടുക്കണം. 1,20,000 ടാക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇനി രണ്ടാമത്തെ വർഷം എന്താക്കുകയാണ്? നമ്മൾ ടാക്സ് കാണാണ്. ടാക്സ് കാണുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ 4,50,000 അല്ലേ? 4,50,000 ഇൻറ്റു എത്ര ശതമാനമാണ്? 50%. രണ്ടാമത്തെ വർഷം 50% ടാക്സ് മാറിപ്പോരുത്. 50/100. അപ്പോൾ നോക്കുക, 4,50,000 പിന്നെ 50% ടാക്സ് കൊടുക്കണം എന്ന് പറയുമ്പം അതിനെ നേരെ പകുതി എന്താക്കിയാൽ മതി? ആക്കിയാൽ മതി. അപ്പോൾ 2,25,000 2,25,000 നമ്മളെന്താക്കുന്നുണ്ട്? ടാക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള വേരിയേഷൻ എന്താണ് കാണാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്ക്, എത്രയാണ് അധികം ടാക്സ് കൊടുത്തത്? 2,25,000 2,25,000 മൈനസ് 1,20,000. അപ്പം നമ്മൾ അധികം കൊടുത്തത് 1,05,000 നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട്. കൂടിയതായതുകൊണ്ട് നമ്മൾ എന്താക്കേണ്ട? ബ്രാക്കറ്റിൽ ഒന്നും ഇടണ്ട. ഓക്കെ. ഇനി ആ 1,05,000 എത്ര ശതമാനമാണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ എന്താവേണ്ടത്? നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കാണാം? 1,05,000 ഡിവൈഡ് ബൈ 1,20,000 ഇൻറ്റു 100. 1,05,000 ഡിവൈഡ് 1,20,000 ഇൻറ്റു 100. 87.5. 87.5% എന്താക്കിയിട്ടുണ്ട്? ടാക്സ് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താക്കി? ടാക്സും കൊടുത്തുട്ടോ. കൊടുക്കാനുള്ള ടാക്സും എന്തായി? നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്താക്കണം എന്നോ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റായിട്ട് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഈ പൈസ. ഇനി എന്താക്കുകയാണ്? നമ്മൾ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പൈസ എന്താക്കണം? നമ്മൾ അടിയിൽ ഇറക്കി എഴുതണം. അപ്പം നമ്മൾ പിന്നെ 3 ലക്ഷത്തിൽ നിന്ന് 1,20,000 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ടാകുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,80,000 ആണ് പിന്നെ എന്തുണ്ടാകുക? ഇവിടെ ബാക്കി ഉണ്ടാകുക. ഇവിടെ 2,25,000 തന്നെ. 4,50,000 2,25,000 പോയി കഴിഞ്ഞാൽ പിന്നെ 2,25,000 ഉണ്ടാവും. ഇവിടെ ബാക്കി ഉണ്ടാവും. ഇതാണ് നമ്മളെ കയ്യിലുള്ള എന്തെന്ന് പറഞ്ഞത്? പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇനി എന്താക്കണം? നമ്മൾ ഇതിനെ എത്ര പൈസയാണ് ഇതിൽ മാറ്റം വന്ന് നോക്കണം. 1,80,000 എന്നുള്ളത് എന്തായി? 2,25,000 ആയി. അപ്പോൾ ഇവിടെ മാറ്റം വന്നത് എത്രയാണ്? 45,000 രൂപയാണ് എന്താക്കിയത്? ഇവിടെ മാറ്റം വന്നത് 45,000 മാറ്റം വന്നു. ആ 45,000 ഈ 1,80,000 എത്രയാണെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ 45,000 ഡിവൈഡ് ബൈ 1,80,000 ഇൻറ്റു 100. 45,000 ഡിവൈഡ് ബൈ 1,80,000 ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ അതാ 25 നമുക്ക് എന്താവുന്നത്? ഇവിടെ കിട്ടുന്നത്. സോറി, 25,000 അല്ല, 25% അല്ലേ? ഓക്കെ. ഇത്രയും എഴുതുന്നതിനാണ് എന്ത് ഈ 6 മാർക്ക് എന്ന് പറഞ്ഞ സാധനം. വളരെ സിമ്പിളാണ്. മാർക്ക് എന്താവരുത്? കളയരുത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? ആദ്യം റവന്യൂ എടുത്ത് ആ റവന്യൂവിൽ എത്രയാണോ മാറ്റം വന്നത് അത് എഴുതി. ആ മാറ്റം എത്ര ശതമാനമാണെന്നുള്ളതാണ് പുറത്ത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചേഞ്ച് വരുന്ന സാധനം എപ്പോഴും എന്തായിരിക്കുന്നോ നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്താണ് ഉണ്ടാവുക. ഈ ഫസ്റ്റിലെ കോളം ഉണ്ടല്ലോ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? അടിയിലായിരിക്കും ഉണ്ടാകുക. ഇൻറ്റു 100. ഇത്ര ഇതെന്തുള്ളൂ പരിപാടിയുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും.